നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. ഇതിന്റെ ഭാഗമായി കേസിലെ 10 പ്രതികളും നാളെ കോടതിയിൽ ഹാജരാകും. 2018 ആരംഭിച്ച വിചാരണ നടപടികൾ കഴിഞ്ഞ മാസം 25-നാണ് പൂർത്തിയായത്. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത്. നടൻ ദിലീപ് ഉൾപ്പെടെ 12 പ്രതികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നുണ്ട്. രേഷ്മ, വളരെ നിർണായകമായൊരു ദിവസമായി നാളെ മാറുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പറയാൻ ഇരിക്കുന്നു. ദിലീപ് അടക്കം വലിയ സമ്മർദ്ദത്തിലാകും ഈ നിമിഷങ്ങളിൽ എന്ന് നമുക്കറിയാം. എന്താണ് നാളെ വരാനിരിക്കുന്ന വിധിക്ക് മുന്നേ പറയാനാവുക? കൃഷ്ണരാജ്, കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് നാളെ വരാനിരിക്കുന്നത്. സാങ്കേതികപരമായിട്ട് മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത പക്ഷം നാളെ തന്നെ വിധി പറയാനായിട്ടുള്ള ഒരു സാധ്യതകളാണ് കാണുന്നത്. പലതവണ ഈ കേസിന്റെ വിചാരണ നടപടികൾ മാറ്റിവെക്കുകയും വിധി പറയുന്നത് അത് സംബന്ധിച്ചുള്ള ഡേറ്റ് തീരുമാനിക്കുന്നതിൽ ആ തീരുമാനം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ വിചാരണ കോടതി ജഡ്ജി മേൽക്കോടതിയൊക്കെ സമീപിച്ചുകൊണ്ട് വിചാരണ െന്നോ അതോടൊപ്പം തന്നെ ഈ കേസിലെ അതിജീവിതയായിട്ടുള്ള നടി തന്നെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു വിചാരണ നടപടികൾ നീണ്ടുപോയത്. എന്തായാലും ഈ കേസിന്റെ വിധി നാളെ പ്രസ്താവിക്കുന്ന സമയത്ത് കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി പ്രസ്താവം എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് സാധിച്ച ഒരു കേസ് കൂടിയാണ് നടിയെ ആക്രമിച്ച കേസ്. 2017 ഫെബ്രുവരി 17-ാം തീയതി രാത്രി 9 മണിയോടുകൂടിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നു, ക്രൂരമായ ബലാത്സംഗത്തിനിരയാകുന്നു, അതിന്റെ ദൃശ്യങ്ങളടക്കം പകർത്തി എന്നാണ് കേസ്. കൊട്ടേഷൻ സംഘങ്ങളാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. ഇതിലേക്ക് ദിലീപ് ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട് കടന്നെത്തിയതോടുകൂടിയാണ് ഈ കേസിന്റെ ഒരു മാനം തന്നെ മാറുന്നത്. 8-ാം പ്രതിയാണ് നടൻ ദിലീപ്. 2017 ജൂലൈ 10-ാം തീയതിയാണ് നടൻ ദിലീപ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലാകുന്നത്. ഏകദേശം 85 ദിവസത്തോളം നടൻ ദിലീപിന് ജയിലിൽ കഴിയേണ്ടി വന്നു. അതിനുശേഷം ഒക്ടോബർ 3-ാം തീയതി ജാമ്യം കിട്ടി പുറത്തു വന്നു. ഈ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. ദിലീപാണ് കൊട്ടേഷൻ ുള്ള സംഘങ്ങൾക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൾസ് സുനി നടിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. 261 സാക്ഷികളെയാണ് ഈ കേസിൽ അപ്പാടെ വിസ്തരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ 28ഓളം സാക്ഷികൾ കൂറുമാറി 1700ഓളം രേഖകൾ പരിശോധിക്കപ്പെട്ടു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് 2022-ലാണ്. അതായത് 2018 ഏപ്രിൽ മാസം ആദ്യ കുറ്റപത്രം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം 2018 വിചാരണ നടപടികൾ ആരംഭിച്ചു. 2020 സാക്ഷി വിസ്താരം ആരംഭിച്ചു. അതിനിടയിൽ 2022 സംവിധായകൻ ബാലചന്ദ്രകുമാർ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. പൾസ് സുനിയെ താൻ ആലുവയിലെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്നുള്ളത്. തുടർന്ന് അതിൽ ഒരു അന്വേഷണ സംഘം നടത്തുകയായിരുന്നു. തുടരന്വേഷണം നടത്തി വീണ്ടും ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2024 ജനുവരി മാസത്തോടുകൂടി അന്തിമവാദം പൂർത്തീകരിച്ചു. ഇക്കഴിഞ്ഞ 2025 നവംബർ മാസത്തോടുകൂടി ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് വിധി പറയാനായിട്ട് മാറ്റുകയായിരുന്നു. എന്തായാലും ഈ 261 സാക്ഷികളിൽ 28 പേരാണ് കൂറുമാറിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 12 പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ 2 പേരെ ഒഴിവാക്കുകയും ഒപ്പം തന്നെ ഒരാളെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തു. ഈ തുടരന്വേഷണം സംബന്ധിച്ചുള്ള കുറ്റപത്രത്തിൽ ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തും കൂടി പ്രതി ചേർക്കപ്പെട്ടതോടുകൂടിയാണ് എണ്ണം 9 മാറിയത്. എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികളെന്ന് പറയുന്നത് പൾസ് സുനി, മാർട്ടിൻ തുടങ്ങി മണികണ്ഠൻ തുടങ്ങി കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. ഇവർ 6 പേരുമാണ് ഈ കൃത്യത്തിന് നേതൃത്വം വഹിച്ചവർ, കൃത്യത്തിൽ നേരിട്ട് പങ്കാളികൾ ആയവർ.
ദിലീപ് എന്ന് പറയുന്ന 8ാം പ്രതിയാണ്. ദിലീപ് ഇതിന്റെ ഗൂഢാലോചന നടത്തി. അതായത് ഇനി വരാൻ പോകുന്നെന്ന് പറയുന്നത് നാളെ ഈ കേസിൽ ഇവരെ ഈ 10ഓളം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇവർ കുറ്റക്കാരാണോ എന്ന കാര്യത്തിൽ കോടതി ഒരു വിധി പ്രസ്താവന നടത്തും. എന്നിട്ട് അവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം സംബന്ധിച്ച് വായിച്ച് കേൾപ്പിക്കും. പിന്നീടാണ് ഈ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. കാരണം ഈ കുറ്റം ചുമത്തിയതിന് ശേഷം പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദഗതികൾ ശിക്ഷയിന്മേൽ കേൾക്കേണ്ടതുണ്ട്. ആ വാദഗതികൾ ഉച്ചയോടുകൂടി തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം 3 മണിക്ക് മുൻപ് തന്നെ ശിക്ഷാവിധി പ്രസ്താവിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കാർ, ആ പ്രതികളെ സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റും. എന്തായാലും ദിലീപ് ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും നാളെ 11 മണിയോടുകൂടിയായിരിക്കും ഈ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. കൃഷ്ണരാജ്, നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി പറയും. ദിലീപിനടക്കം നിർണായക ദിവസമാണ് നാളെ. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.